മക്കളെ നോക്കടാ, ഞാനൊരു ഗ്രാഫ് വരച്ചു. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. വെലോസിറ്റി വൈ ആക്സിൽ വെലോസിറ്റിയും എക്സ് ആക്സിൽ ടൈമും പറഞ്ഞ ഗ്രാഫ് വരച്ചു. ഓക്കെ അല്ലേ? പിന്നെ 0 മുതൽ എ വരെ ഒരു പോയിന്റ്, എ മുതൽ ബി വരെ പറഞ്ഞ വേറെ പോയിന്റ്, ബി മുതൽ സി പറഞ്ഞ വേറെ പോയിന്റ്. ഓക്കെ അല്ലേ മക്കളെ? ടൈം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2 3 4 5 ടൈം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ഇങ്ങോട്ടാണല്ലോ 0 10 സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നിങ്ങളോട് എന്താ ചോദിച്ചത്? ഞാനൊരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണെന്ത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എ ബി എന്ന ലൈനിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ലോപ്പ് ആർക്ക് ഈക്വലാണ്? ആക്സിലേഷൻ ഈക്വലാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ആർക്ക് ഈക്വലാണ്? ആക്സിലറേഷൻ ഈക്വലാണ്. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ എന്ത് കാട്ടിടാം? അപ്പോൾ 0 മുതൽ എ എന്ന പോയിന്റ്, 0 മുതൽ അത് ഇത് ഓ കേട്ടോ. ഈ ചുമപ്പ് അക്ഷരം ഓ മാർക്ക് ചെയ്ത്, ഇതെന്താണ് ചുമന്ന അക്ഷരം മാർക്ക് ചെയ്തത് 0, ഈ നീലക്ഷരം മാർക്കില്ലേ ഓ, അതിൻ്റെ പേരാണ് ഓ. അപ്പം ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഓ മുതൽ എ വരെയുള്ള ഇല്ല ലൈനിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണേണ്ടത്. അപ്പോൾ എനിക്ക് എന്താ കാണേണ്ടത്? സ്വാഭാവികമായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ആർക്ക് ഈക്വലാണ്? ഏരിയക്ക് ഈക്വലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് കാട്ടിയിടാം നോക്കടാ. ഞാൻ ഈ എ എന്ന പോയിന്റ് ഉണ്ടല്ലേ, എ എന്ന പോയിന്റ്, അവിടുന്ന് ഞാൻ മെല്ലെ ഒരു ആരോ മാർക്ക് കുത്ത് ഇങ്ങനെ വരച്ചു. അപ്പോൾ അതിന് കറക്റ്റ് ഇതിപ്പോൾ നേരെ രേഖയിലെ കറക്റ്റ് നേരെ ആ പോയിന്റ് മുതൽ കറക്റ്റ് നേരെ വരെ ഒരു കുത്ത് വരച്ചു. ഓക്കെ അല്ലേ? ഇനി ഇവിടുന്ന് മുതൽ ഞാൻ ചെറിയൊരു കുത്ത് വരക്കട്ടോ, ഇങ്ങനെ കുത്ത് വരക്കട്ടോ. അത് എക്സ് ആക്സിസിലേക്ക് ഒരു കുത്ത് വരച്ചു കേട്ടോ. എക്സ് ആക്സിസ് ഇങ്ങനെ മേലെ ആ പോയിന്റ് മുതൽ ഇങ്ങനെ കുത്തി, ഞാൻ ഈ പോയിന്റ് മുതൽ വൈ ആക്സിസ് വരെ വേറെ കുത്ത് വരക്കട്ടോ, ഇങ്ങനെ വരച്ചു. അപ്പോൾ നോക്ക് മക്കളെ, ഈ ഒരു ഷേപ്പ് 0 മുതൽ എ വരെയുള്ള ഷേപ്പ് എന്തിൻ്റെ ഷേപ്പായി മാറിപ്പം? റെക്റ്റാങ്കിളോ സ്ക്വയറോ ഒന്നുമല്ല. ഇതെന്തിൻ്റെ ഷേപ്പാണ്? ഇറ്റ് ഈസ് എ റൈറ്റ് ട്രിയാങ്കിൾ. ഓക്കെ, റൈറ്റ് ട്രിയാങ്കിൾ. അപ്പോൾ ഷേപ്പ് നമ്മൾ എടുക്കേണ്ടത് നോക്ക്. ഷേപ്പ് ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ഇതാണ് അതിൻ്റെ ഷേപ്പ്. മനസ്സിലായോ? ഇതാണ് ആ ഒരു 0 മുതൽ എ വരെ എന്ന പോയിൻറ്റിൻ്റെ 0 മുതൽ എ വരെ പോയിൻറ്റിൻ്റെ ഷേപ്പ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാം? അപ്പോൾ 0 മുതൽ എ വരെ എന്ന പോയിൻറ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ആർക്ക് ഈക്വലാണ്? ഏരിയക്ക് ഈക്വലാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ആർക്ക് ഈക്വലാണ്? ഏരിയക്ക് ഈക്വലാണ്. അപ്പോൾ മക്കളെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കണം. എസ് ഈസ് ഈക്വൽ ടു, അപ്പം ഇത് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താണ്? അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ, അതിൽ മട്ടത്രികോണം. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് എത്രയാണ്? ബേസ് എത്ര? 0 മുതൽ 3 വരെയാണ്. അപ്പോൾ 0 മുതൽ 3 വരെയുള്ള ബേസ് എത്ര? 3. അപ്പോൾ 3 ഇൻറ്റു ഹൈറ്റ് എത്ര മക്കളെ? ഇതാണ് ഹൈറ്റ് എത്ര? 40. അപ്പോൾ ഹൈറ്റ് എത്ര? 40. അപ്പം ഈ 2ഉം ഈ 40ഉം കട്ട് ചെയ്ത് എത്ര? 20. അപ്പോൾ 20 ഇൻറ്റു 3 എത്ര? 60. അപ്പോൾ 60 മീറ്റർ ആണ് നമ്മുടെ എ ബി എന്ന പോയിൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ ആയോ?